ഹലോ നമസ്കാരം. സ്ക്രിബിൾഡ് ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയതായിട്ടൊരു ട്രൈപ്പോഡ് വാങ്ങിയിരുന്നു, അപ്പോൾ അത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതി. ഞങ്ങൾ സൈവോയുടെ ഒരു ട്രൈപ്പോഡാണ് വാങ്ങിയത്. ആമസോൺ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. WT3130 ഇതാണ് ഇതിൻ്റെ മോഡൽ. ഇതിപ്പോൾ സുമേഷേട്ടനാണ് അൺബോക്സ് ചെയ്യുന്നത്, സൗണ്ട് മാത്രമേ എൻ്റേതായിട്ടുള്ളൂ. ഈ ബോക്സിൻ്റെ മുകളിലിട്ടിരിക്കുന്ന MRP എന്ന് പറഞ്ഞാൽ 3990 ആണ്. 749 റുപ്പീസിനാണ് ഞങ്ങളിത് വാങ്ങിയത്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഒരുപാട് ടെക്നിക്കൽ ടേംസൊക്കെ യൂസ് ചെയ്തിട്ടല്ല ഞങ്ങളിപ്പോൾ ഇത് പരിചയപ്പെടുത്തുന്നത്. സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഒരു ക്യാരി ബാഗിലാണ് ഈ നമ്മുടെ ഈ ട്രൈപ്പോഡ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു മൊബൈൽ ഫോൺ ഹോൾഡറാണ്. നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റിയ ഭാഗം കാണാൻ പറ്റും. നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈലിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്കിത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിനുള്ളിൽ മൊബൈൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബാഗ് തുറന്നു നോക്കാം. ഇപ്പോൾ ഈ ക്യാരി ബാഗ് തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിലാണ് നമ്മളൊരു ട്രൈപ്പോഡ് വെച്ചിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കവറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ട്രൈപ്പോഡാണ്. നല്ല ഒരു നോർമൽ ട്രൈപ്പോഡിൻ്റെ പോലെ ആ ഒരു അലൂമിനിയം മെറ്റീരിയൽ ആണെങ്കിൽ കൂടെ ഇതിനൊരു ബ്രൗൺ കളറിലാണ് ഇവർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ്. സാധാരണ അലൂമിനിയത്തിൻ്റെ അതേ കളറിലാണ് മിക്ക ട്രൈപ്പോഡുകളും അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കാണാൻ കുറച്ചുകൂടി ലുക്ക് ആയതുകൊണ്ട് ഞങ്ങളിത് സെലക്ട് ചെയ്തത്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ ട്രൈപ്പോഡ് ഉള്ളത്. ഇതിൻ്റെ കൂടെ ഒരു ക്യാഷ് ബാക്ക് കാർഡുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇവർ വാറണ്ടി കിട്ടാൻ വേണ്ടി നമ്മളെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ ഇട്ടിട്ടുള്ള അതിൻ്റെ കണ്ടീഷൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ ട്രൈപ്പോഡിൻ്റെ ഭാഗങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അത് ഇങ്ങനെയാണ് ഈ ട്രൈപ്പോഡ് ഉള്ളത്. ഇത് നമ്മൾ ഈ ഒരു നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അത് 41 സെൻറ്റിമീറ്റർ 41 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. പിന്നെ ഇതിന് 3 ലെഗ്സ് ഉണ്ട്. ഈ 3 ലെഗ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ലെഗ്സിൻ്റെ അടിയിൽ ഒരു റബ്ബറിൻ്റെ ഒരു പാഡുള്ളത് കൊണ്ട് അതിങ്ങനെ മൂവ് ചെയ്യില്ല, നല്ലോണം ഉറച്ച് നിൽക്കും. പിന്നെ ഈ ലെഗ്സ് നമുക്ക് വലുതാക്കാൻ പറ്റും. ഇതിന് 3 ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തെ ലോക്ക് ലെഫ്റ്റിലേക്കൊന്ന് തുറന്നു കഴിഞ്ഞാൽ അത് ലൂസാവും. അതിങ്ങനെ മേലോട്ട് ഉയർത്തി കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് തന്നെ ആക്കിയിട്ട് പഴയ പോലെ അത് ലോക്ക് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ അത് ലൂസായിട്ട് വീണു പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ രണ്ടാമത്തതും തുറന്നിട്ട് നമുക്കിതുപോലെ വീണ്ടും പഴയ പോലെ തന്നെ ലോക്ക് ചെയ്ത് വെക്കാം. മൂന്നാമത്തതും അതുപോലെ തന്നെ തുറന്നിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഈ 3 ലെഗും തുറന്നിട്ട് നമ്മൾ ഈ ട്രൈപ്പോഡ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ മുതൽ മുകളിൽ വരെ ഞങ്ങൾക്ക് അളന്ന് നോക്കിയപ്പോൾ 124.5 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. ഇവർ സൈറ്റിൽ കൊടുത്തതിനേക്കാളും കുറച്ച് അളവ് വ്യത്യാസമുണ്ട്. അളവ് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതെവിടെ ഒരു സ്ക്രൂ കാണുന്നില്ലേ, ഇത് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ലൂസായി കിട്ടും. എന്നിട്ട് ഈ നടുവിലുള്ള ഈ ഭാഗം നമുക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് കുറച്ചുകൂടി ഹൈറ്റ് ഇതിന് കൂട്ടാൻ പറ്റും. ഈ ട്രൈപ്പോഡിൻ്റെ ഡിഫോൾട്ട് സൈസ് നമ്മൾ 41 സെൻറ്റിമീറ്റർ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 57.5 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. പിന്നെ അത് ഈ ബോക്സിന് മുകളിൽ ഇവർ 3-way പാൻ ഹെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഭാഗം കാണുന്നില്ല, ഈ ഒരു സ്ക്രൂ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈൽ നമ്മളിതിനുമ്പോൾ ഫിറ്റ് ചെയ്യുന്ന മൊബൈലോ ക്യാമറയോ എന്തായാലും അത് നമുക്ക് ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തിരിക്കാൻ കഴിയും. ഇപ്പോൾ ക്യാമറയായിട്ട് ഇളക്കാതെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇത് ലൂസാക്കി കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ DSLR ക്യാമറ ഒക്കെ നമുക്കിതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. DSLR ക്യാമറ ആണെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഫിറ്റ് ചെയ്യാം. മൊബൈൽ ഫോൺ ആണെങ്കിൽ ഒരു മൗണ്ട് തന്നിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഒരു ഹോൾഡർ തന്നിട്ടുണ്ടല്ലോ, അത് വെക്കണം. ഈ സ്ക്രൂ ആണ് ഇതിന് മുകളിൽ വെക്കുന്ന ക്യാമറ അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്.
പിന്നെ ഇത് കണ്ടില്ലേ, ഈ പച്ച കളർ കാണുന്നില്ലേ നിങ്ങൾ, ഇതിന് സ്പിരിറ്റ് ലെവൽ എന്ന് പറയും. അതിലൊരു ബബിൾ ഉണ്ട്. ആ ബബിളിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് ഈ ട്രൈപോഡ് നേരെയാണോ അതോ ചരിഞ്ഞിട്ടാണോ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഹാൻഡിൽ നമുക്കിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ നീക്കാൻ പറ്റും. എന്നിട്ട് ക്യാമറ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാം. പിന്നെ ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന, നേരത്തെ കണ്ടല്ലോ മൊബൈൽ ഫോൺ വെക്കുന്ന ഹോൾഡർ. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഹോൾഡറിൻ്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഹോളിൽ നമുക്ക് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മുകളിലേക്കും താഴേക്കൊക്കെ നമ്മളെ മൊബൈലിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൽ മൊബൈൽ ഫോൺ ടൈറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഇതിപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. നോർമൽ ക്യാമറ ആണെങ്കിൽ ഈ ഒരു ഹോൾഡർ ആവശ്യമില്ല. ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന ഈ ഹോള് ഈ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ടൈറ്റ് ചെയ്യുക. ഒരുപാടങ്ങ് മുറുക്കിയിട്ടത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ടത്ര രീതിയിൽ എത്രയാണ് വേണ്ടത് അതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഇതിൻ്റെ പുറകെ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ഒരു മൗണ്ട് മൂവ് ചെയ്തിട്ട് ഓപ്പൺ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ടൈറ്റ് ചെയ്തിട്ട് ശേഷം മാത്രമേ ഇതിൽ മൊബൈൽ ഫിറ്റ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിലൊരു മൊബൈൽ വെച്ചിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇത് റെഡ്മിയുടെ ഒരു മൊബൈലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ സൈഡിലുള്ള ബട്ടൺസൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റാക്കി വെക്കാൻ. കാരണം പിന്നെ ബട്ടൺസ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. അതുകൊണ്ട് ബട്ടൺസ് എല്ലാം ഒഴിവാക്കി വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ. ഓക്കെ, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മുകൾ ഭാഗം മുകളിലേക്ക് നമുക്ക് വലിച്ചു പിടിക്കാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒന്ന് ചെറിയൊരു പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ടൈറ്റ് ആയി കിട്ടും. ഇപ്പോൾ മൊബൈൽ ഫോൺ ഇതിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ വീഡിയോ എടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ, അപ്പോൾ അത് വീഡിയോ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലുള്ള ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ആംഗിളിലാണോ നമുക്ക് വീഡിയോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, മൊബൈൽ മൂവ് ചെയ്യാതെ തന്നെ ഈ ഹാൻഡിൽ മാത്രം മൂവ് ചെയ്തുകൊണ്ട് ഷേക്ക് ചെയ്യാത്ത രീതിയിൽ വീഡിയോ നമുക്ക് ഈ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ടൈമറെല്ലാം ഓൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റും. മുന്നിൽ പോയി നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോ അതുപോലെ തന്നെ ഡ്രോയിങ് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും മുകളിൽ നിന്ന് ആണല്ലോ വീഡിയോ എടുക്കുക. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഇതുപോലെ കിടത്തി വെച്ചിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, വേറെ ആരെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ. 5 കിലോഗ്രാമിനുള്ളിലുള്ള വെയിറ്റൊക്കെ ഇതിന് മുകളിൽ വെക്കാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ മൊബൈൽ ആയതുകൊണ്ട് അധികം വെയിറ്റ് ഉണ്ടാവില്ല. നോർമൽ നമ്മുടെ സ്റ്റിൽ ക്യാമറയോ വീഡിയോ ക്യാമറ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടാവില്ല. DSLR പോലുള്ള ക്യാമറകൾക്കൊക്കെ കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടാവില്ല. ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്ക് ആംഗിളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതിനുശേഷം ആ സൈഡിലുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മൊബൈലൊക്കെ താഴെ വീണുപോകാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ആംഗിൾ കിട്ടുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലം ചിലപ്പോൾ ഒരു അണീവനായിട്ടുണ്ടാവും. ഒരു സ്ഥലം പൊന്തി, ഒരു സ്ഥലം ഒരു കുഴിയായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ലെഗ്സിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കുഴിയുള്ള ഭാഗത്താണെങ്കിൽ ലെഗ്സിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടി വെക്കാം, മറ്റേ സൈഡിൽ ലെഗ്സിൻ്റെ ഹൈറ്റ് കുറച്ച് വെച്ചും അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്